ഹായ് ഫ്രണ്ട്സ്, കേരള PSC സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ നമ്മുടെ സ്വപ്ന ജോലിക്കായുള്ള ആദ്യ ചുവടുവയ്പ് ഇന്ന് തന്നെ തുടങ്ങാം അല്ലേ? ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്, ഐ ആം യുവർ കൊമേഴ്സ് മെൻറ്റർ നീന. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് സിലബസ് നോക്കിയാൽ അറിയാം, ഒത്തിരി വൈഡായിട്ടാണ് GST ടോപ്പിക് തന്നിട്ടുള്ളത്. എന്നാൽ വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ, എന്നാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒട്ടും കുറവ് വരാതെയുള്ള PSC സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ടായിരിക്കും ക്ലാസ്സസ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യമേ പറയട്ടെ, ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ക്ലാസ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ആ പേര് പറയും പോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് is an indirect tax which is levied on products and services. Goods and services tax അഥവാ GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലെവിഡ് ഓൺ പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. പ്രോഡക്ട്സിന്മേലും സർവീസസിന്മേലും ഇമ്പോസ് ചെയ്യപ്പെടുന്ന ടാക്സിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ GST ഗുഡ്സിന്മേലും സർവീസസിന്മേലും ചാർജ് ചെയ്യപ്പെടുന്ന ഒരു ടാക്സ് ആണ് GST എന്ന് പറയുന്നത്. ഓക്കെ, GST ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത് ഒരു ന്യൂ ടാക്സ് റെജീമായിട്ടാണ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇത് ഇന്ത്യയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ റിഫോം ആയിട്ടാണ് നമ്മുടെ കൺട്രിയിൽ ഈ ഒരു GSTയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് എന്നുള്ള ആ ഒരു മോട്ടോയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇനി ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്, ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്, അതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് വേണ്ടത്. അപ്പോൾ ഒരുപാട് ഞാൻ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറയുന്നത് 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരമാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആക്ച്വലി 122nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലായിരുന്നു പ്രപ്പോസ് ചെയ്തിരുന്നത്. പക്ഷേ അതർ 21 ബിൽസ് പെൻഡിങ് ആയതുകൊണ്ട് തന്നെ GST 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരമാണ് നിലവിൽ വന്നത്. അപ്പോൾ ആ പോയിന്റ് ശരിക്കും ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ GST എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരമാണ്? 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. GST ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ്. GSTയെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ഈ ഒരു അമെൻമെൻറ്റിൻ്റെ അമെൻമെൻറ്റ്. 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 2016 ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഇൻക്ലൂഡ് ദ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് GST ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ GSTയെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതിനു മുൻപ്, അതായത് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെപ്പറേറ്റ് പവേഴ്സാണ് ഉണ്ടായിരുന്നത്. അതായത് ഇപ്പം സെൻട്രൽ ഗവൺമെൻറ്റിന് എക്സൈസ് ഡ്യൂട്ടി അതുപോലെ സർവീസ് ചാർജ് ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് സെപ്പറേറ്റ് ഇമ്പോസ് ചെയ്യുകയും അവർ തന്നെയാണ് അത് കളക്ട് ചെയ്യുകയും ചെയ്തിരുന്നത്. സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ് കളക്ട് ചെയ്യുകയും ചെയ്തിരുന്നത്. അതിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഷെയർ ഒന്നും ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്, എൻട്രി ടാക്സ്, ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് പിരിക്കുകയും അത് സെപ്പറേറ്റ് പവറാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഉണ്ടായിരുന്നത്. അതിൽ ആർക്ക് ഷെയർ ഉണ്ടായിരുന്നില്ല? സെൻട്രൽ ഗവൺമെൻറ്റിന് ഷെയർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും സെപ്പറേറ്റ് പവേഴ്സാണ് ഉണ്ടായിരുന്നത്. അതേസമയം GST ഈ ഒരു 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം ഇതിനെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഒരേപോലെ കളക്ട് ചെയ്യാനും അതുപോലെ ഇമ്പോസ് ചെയ്യാനുള്ള പവർ ലഭിക്കുകയും ചെയ്തു. ഓക്കെ, രണ്ടാമത്തത് ഷെയറിംഗ് ഓഫ് ടാക്സ് റവന്യൂ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ടാക്സ് യൂണിയൻ ഗവൺമെൻറ്റിന് കളക്ട് ചെയ്യാനും അതുപോലെ രണ്ടുപേരും, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ അത് ഷെയർ ചെയ്യാനുമുള്ള ഒരു അധികാരം ലഭിച്ചു. ഇനി ക്രിയേഷൻ ഓഫ് GST കൗൺസിൽ, ഈ ഒരു അമെൻമെൻറ്റിൻ്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് GST കൗൺസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു കൗൺസിലാണ് GST റേറ്റ്സ് തീരുമാനിക്കുന്നത്, എക്സംഷൻ തീരുമാനിക്കുന്നത്, GST റിലേറ്റഡ് ആയിട്ടുള്ള പോളിസീസ് ഒക്കെ തീരുമാനിക്കുന്നത് ഈ GST കൗൺസിലാണ്.
ഓക്കെ, ഇനി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് GST എന്നാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുള്ളതാണ്. ഒരു സ്പെഷ്യൽ ജോയിൻറ്റ് സെഷൻ പാർലമെൻറ്റിൽ GST ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 30th June 2017 ഉണ്ടായിരുന്നു. അതിനുശേഷം 1st July 2017 GST came into force across India. ഇന്ത്യയിൽ ഒട്ടാകെ GST ഇംപ്ലിമെൻറ്റ് ചെയ്തത് 1st July 2017 ഇനി അവിടെ മറ്റൊരു കാര്യം കൂടി ഓർക്കുക, ജമ്മു ആൻഡ് കാശ്മീരിൽ GST വിത്ത് ഇഫക്റ്റ് ആയത് 8th July 2017 മുതലാണ്. ഓക്കെ, അപ്പോൾ ആ 2 പോയിന്റ്സ് ഓർത്തിരിക്കുക. 1st July 2017 അക്രോസ് ഇന്ത്യ എല്ലായിടത്തും, എവിടെ ഒഴിച്ച് ജമ്മു ആൻഡ് കാശ്മീരിൽ ഒഴിച്ച് എല്ലായിടങ്ങളിലും 1st July 2017 GST ഇംപ്ലിമെൻ്റ് ആയത്. ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രം 8th July 2017 ഇംപ്ലിമെൻ്റ് ചെയ്തത്. കാരണം ജമ്മു ആൻഡ് കാശ്മീരിന് ഒരു സ്പെഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ജമ്മു ആൻഡ് കാശ്മീർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ GST ലോ പാസ്സാക്കിയതിന് ശേഷമാണ് ഇത് ഇംപ്ലിമെൻ്റ് ആയത്. അതുകൊണ്ടാണ് 8th July 2017 ജമ്മു ആൻഡ് കാശ്മീർ അത് അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, ഇനി after passing constitutional amendment, different acts and rules were passed by central government and different state governments to implement new GST system in country. പുതിയൊരു GST സിസ്റ്റം അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും കുറച്ച് ഇനി താഴെ പറയുന്ന കുറച്ച് ആക്റ്റുകളും കൂടെ പാസ്സാക്കി. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് CGST, ഇനി ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് IGST ആക്ട്, യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് UTGST ആക്ട്, ഇതെല്ലാം അതുപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് കോമ്പൻസേഷൻ ടു സ്റ്റേറ്റ്സ് ആക്ട്, ഇതെല്ലാം 12th April 2017 പാസ്സാക്കിയത്. സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് റൂൾസ് CGST റൂൾസ് 22nd June 2017 പാസ്സാക്കി. ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് IGST റൂൾസും 22nd June 2017 പാസ്സാക്കി. ഇതൊക്കെയാണ് റിലേറ്റഡ് റൂൾസ് പാസ്സാക്കിയത്, റൂൾസ് ആൻഡ് ആക്ട്സ് പാസ്സാക്കിയത്. ഓക്കെ, ഇനി ഇതാണ് നമുക്കൊരു GSTയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ഇന്നത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ഒന്നും കൂടെ ഓർക്കാം. നമ്മൾ ആദ്യം എങ്ങനെയാണ് GST ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരമാണെന്ന് പറഞ്ഞു, അത് ഓർത്തിരിക്കുക, തെറ്റിപ്പോകരുത്. 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 2016 പ്രകാരമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 122nd ആയിരുന്നു പ്രപ്പോസ് ചെയ്ത ബില്ല്, പക്ഷേ 101st കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് ആയിട്ടാണ് അത് പാസ്സായത്, അത് ഓർത്തിരിക്കാം. ഇനി 3 ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. അതിനുശേഷം നമ്മളിത് എന്നാണ് കെയിം ഇൻ ടു ഫോഴ്സ് എന്നാണെന്ന് പറഞ്ഞു. 1st July 2017. എല്ലാ ഇന്ത്യയിലെ എല്ലാ പാർട്ടിലും 1st July 2017 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിൽ 8th July 2017 പാസ്സായത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ത്രൂ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്? A. 100th Constitutional Amendment Act, 101st Constitutional Amendment Act, C. 102nd Constitutional Amendment Act, D. 122nd Constitutional Amendment Act. ഓക്കെ, അപ്പോൾ തെറ്റിപ്പോകരുത്. 101st Constitutional Amendment Act. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത് നോക്കാം നമുക്ക്. The GST Constitutional Amendment Act was passed in 2015, B. 2016, C. 2017, D. 2018. അമെൻമെൻറ്റ് ആക്ട് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. GST ഇംപ്ലിമെൻറ്റ് ചെയ്തതല്ല, അല്ലെങ്കിൽ കെയിം ഇൻ ടു ഫോഴ്സ് അല്ല ഇവിടെ ചോദിച്ചിട്ടുള്ളത്. GST കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് എന്നാണ് പാസ്സാക്കിയതെന്നാണ്. 2016 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, GST വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ ദ 101st Constitutional Amendment Act 2016. അസെഷൻ ആൻഡ് റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, GST ഇൻട്രൊഡ്യൂസ് ചെയ്തത് 101st Constitutional Amendment Act 2016 പ്രകാരമാണ് എന്നാണ് അസെഷൻ പറഞ്ഞിട്ടുള്ളത്. റീസൺ നോക്കാം. The 101st Constitutional Amendment gave constitutional status to GST framework. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരം
GST ഫ്രെയിംവർക്കിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് കിട്ടിയെന്നാണ് റീസണിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അസെഷനും റീസണിങ്ങും അവിടെ കറക്റ്റ് ആണ് അല്ലേ? നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ തിയറിയിൽ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ലഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അസെഷനും റീസണിങ്ങും അവിടെ കറക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. നോക്കുക, ബോത്ത് എ ആൻഡ് ആർ ട്രൂ, ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അപ്പോൾ പിന്നെ താഴേക്ക് നോക്കേണ്ടതില്ല, ആൻസർ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. GST was implemented across most of India with effect from 30th June 2017, B 1st July 2017, C 8th July 2017, D 12th April 2017. ഏതാണ് ആൻസർ വരുന്നത്? 1st July 2017. അടുത്ത ക്വസ്റ്റ്യൻ. ജമ്മു ആൻഡ് കാശ്മീർ adopted the GST system from 1st July 2017, 30th June 2017, 8th July 2017, 22nd June 2017. ഏതാണ് റൈറ്റ് ആൻസർ? 8th July 2017. ഓക്കെ, വീഡിയോസ് കണ്ടിട്ട് എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും ഇൻസ്പിറേഷനുമാണ് ഇനിയുള്ള ക്ലാസ്സുകൾക്ക് എൻ്റെ പ്രചോദനം. ഓക്കെ, താങ്ക് യു. ബൈ യുവർ കൊമേഴ്സ് മെൻറ്റർ നീന.